സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിൽ NSSന് അഭിമാനമെന്ന് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ ഇല്ലെന്നും സുകുമാരൻ നായർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിരിക്കുകയാണ്. എന്താണ് NSSന്റെ ഒരു പ്രതികരണം? വളരെ സന്തോഷമുണ്ട്. വിളിച്ചിട്ടുണ്ടായിരുന്നോ ഫോണിൽ? ഇല്ല, വിളിച്ചില്ല. നേരത്തെ വിളിച്ചു, അതിനുമുമ്പ് വിളിച്ചു. റിസൾട്ട് അല്ല മറ്റേ ആയതിനു ശേഷം വിളിച്ചില്ല. സമയത്തൊക്കെ എന്താ പറയുക? എന്തോ ആ സമയത്ത് എന്താ പറഞ്ഞ? അത് ഞാനിങ്ങനെ പോവാണെന്ന് പറഞ്ഞു. സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്നതിന് മുമ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, അറിയിച്ചില്ല. അതിനു മുമ്പ് ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ വിളിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനത്തെ പൊസിഷൻ കിട്ടിയതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഈ കേരളത്തിൽ LDF വലിയ രീതിയിൽ തകർന്നിട്ടുണ്ട്. അതിലൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഞാനതൊന്നും പറയത്തില്ല. ഷിനോജ് ചേർന്ന വിവരങ്ങളുമായി. ഷിനോജ്, ഒരു NSS ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്? സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിനു ശേഷമുള്ള സുകുമാരൻ നായരുടെ ആദ്യത്തെ പ്രതികരണമാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഈ 2015 അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം സുരേഷ് ഗോപി NSS ആസ്ഥാനത്ത് നിന്ന് പറഞ്ഞുവിടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം മാപ്പ് പറയുകയും അതിനുശേഷമൊക്കെ സുരേഷ് ഗോപിയും NSS നേതൃത്വവുമായി വളരെ അടുത്ത നല്ല ബന്ധം പുലർത്താൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ തന്നെ കോട്ടയത്ത് എത്തുമ്പോഴൊക്കെ അദ്ദേഹം NSSൽ എത്തുകയും സുകുമാരൻ നായരുമായി സന്ദർശനം നടത്തുകയും ഒക്കെ സ്ഥിരമായിരുന്നു. ആ ഒരു ബന്ധം സുകുമാരൻ നായരുമായി സുരേഷ് ഗോപി കാത്തു സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേന്ദ്രമന്ത്രി ആയതിനു ശേഷം NSSന്റെ ഒരു ഔദ്യോഗികമായ പ്രതികരണം വരുന്നത്. അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും NSSന് ഇതൊരു സന്തോഷകരമായ കാര്യമാണ് എന്നാണ് NSSന്റെ ജനറൽ സെക്രട്ടറിയായ G. സുകുമാരൻ നായർ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ റിസൾട്ട് വന്നതിന് ശേഷം, തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം അദ്ദേഹത്തെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. ഇത്തരത്തിൽ വലിയൊരു ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞതിൽ അദ്ദേഹത്തെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു എന്നും സുകുമാരൻ നായർ മാതൃഭൂമി ന്യൂസിനൊപ്പം വ്യക്തമാക്കി. അതേസമയത്ത് തന്നെ മറ്റ് ചില ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ സുകുമാരൻ നായർ തയ്യാറായില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ LDFനുണ്ടായ വലിയ രീതിയിലുള്ള തകർച്ച അത് ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചനയാണോ എന്ന് ചോദിച്ചപ്പോൾ ആ വിഷയത്തോടൊന്നും പ്രതികരിക്കാൻ സുകുമാരൻ നായർ തയ്യാറായതുമില്ല. എന്തായാലും ആദ്യമായാണ് കേന്ദ്രമന്ത്രി ആയതിനു ശേഷം, സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിനു ശേഷം സുകുമാരൻ നായരുടെ ഒരു ഔദ്യോഗിക പ്രതികരണം വരുന്നത്. അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതിൽ NSSന് തികഞ്ഞ അഭിമാനമുണ്ടെന്നും സന്തോഷമുണ്ട് എന്നുമാണ് സുകുമാരൻ നായർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മോത്തി.